ആ റിലേഷൻഷിപ്പ് ഇനി നടക്കില്ല. എനിക്ക് താല്പര്യമില്ല. ഇതാണ് അഫ്സലുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് ജാസ്മിൻ പറയുന്നത്. സൈന സൗത്ത് പ്ലസ് എന്ന ചാനലിന് കൊടുത്ത അഭിമുഖത്തിലാണ് ജാസ്മിൻ ഇത് വ്യക്തമാക്കിയിരിക്കുന്നത്. അഫ്സലുമായുള്ള ബന്ധം ഇനി നടക്കില്ല എന്നും ആ വ്യക്തി എനിക്ക് വേണ്ടി ഒരുപാട് ഒപ്പം നിന്നിരുന്നു എന്നുള്ളത് കാര്യം സത്യമാണെന്നും ജാസ്മിൻ വ്യക്തമാക്കുന്നുണ്ട്. ഞാൻ ബിഗ് ബോസ് ഹൗസിൽ പോയി ചെയ്ത കാര്യവും തെറ്റ് തന്നെയാണ്. അത് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ ഞാൻ തിരിച്ചു വരുന്നത് വരെ പുറത്തുള്ള വ്യക്തിക്ക് എന്നെ വെയിറ്റ് ചെയ്യാമായിരുന്നു. ഇതൊക്കെയാണ് ജാസ്മിൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരാളുടെ പേഴ്സണൽ ചാറ്റ് വരെ പുറത്തുവിട്ടത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. മാത്രമല്ല ആ വ്യക്തി വീഡിയോയിൽ വന്ന് പറഞ്ഞ പല കാര്യങ്ങളും കള്ളമാണെന്നും ജാസ്മിൻ പറയുന്നു. ഈ വ്യക്തി മാത്രമല്ല, ഞാൻ വിശ്വസിച്ചു പോയ പലരും എന്നെ ചതിച്ചിട്ടുണ്ട് എന്നും ജാസ്മിൻ വ്യക്തമാക്കുന്നുണ്ട്. അതോടൊപ്പം ഗബ്രിയോടൊപ്പമുള്ള സൗഹൃദം ഞാൻ ഇപ്പോഴും തുടരുന്നുണ്ട്. ഞാനും ഗബ്രിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒരു ഫേക്ക് അല്ല എന്നും അത് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ആണെന്നും ജാസ്മിൻ ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. ഗബ്രിയുമായുള്ള കോംബോ ഇല്ലെങ്കിൽ ഒരുപക്ഷെ ബിഗ് ബോസ് സീസൺ 6ലെ വിജയി ജാസ്മിൻ ആകുമെന്നായിരുന്നു പലരും പറഞ്ഞിരുന്നത്. ഗബ്രിയുമായുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയാൻ ജാസ്മിൻ വ്യക്തമായിട്ട് ശ്രമിക്കുന്നുണ്ട്. എങ്ങനെ ഞങ്ങൾ തമ്മിൽ കണക്ട് ആയി എന്ന് എനിക്കറിയില്ല. ഗബ്രിക്കും എനിക്കും പറ്റിയത് തെറ്റല്ല എന്നും ജാസ്മിൻ സൈന സൗത്ത് പ്ലസ് ഇന്റർവ്യൂവിൽ കൊടുത്ത അഭിമുഖത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്തായാലും ബിഗ് ബോസ് കഴിഞ്ഞിട്ടും ഏറ്റവും കൂടുതൽ സൈബർ ബുള്ളിയിങ് അനുഭവിക്കുന്നത് ജാസ്മിൻ ജാഫർ തന്നെയാണ്. പുതിയ അപ്ഡേറ്റുകൾക്കായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.